വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ സാർ ചെയ്തിട്ട് ഈ തിരക്കിനിടയിൽ സാർ നിർമ്മാതാവ്, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടർ, അഭിനേതാവ്, ഇതെങ്ങനെ സാർ ഈ ജീവിതത്തിൽ കൊണ്ടാണ്? ഈ ക്യാരക്ടർ തന്നെ ഉണ്ടാക്കിയത് കമലഹാസൻ വാട്ടെവർ ചെറിയ സക്സസ് കിട്ടിയിട്ടുള്ള സക്സസ് വെറും ഒരു നക്ഷത്ര അന്തസ്തല്ല. ഇറ്റ്സ് നോട്ട് എ റിയാക്ഷൻ ഓഫ് മൈ സ്റ്റാർഡം, ഇറ്റ്സ് എ സപ്പോർട്ട് ഓഫ് എ ടെക്നീഷ്യൻ വിത്ത് മീ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ബൈ നൗ ഐ ഷുഡ് ഹാവ് ബീൻ ഫേഡിങ് ഔട്ട്. Because if I had continued my lover boy image as a lover boy, കാതൽ ഇളവരസൻ, കമലഹാസൻ, ഒരു അങ്ങനെ കണ്ടിന്യൂ ചെയ്തിരുന്നാൽ മൈ കരിയർ ഷുഡ് ഹാവ് എൻഡഡ് അറൌണ്ട് ദ ടൈം ഓഫ് സാഗർ. അങ്ങനെ സഡൻലി ഐ ടുക്ക് എ ഡിഫറെൻറ്റ് ടേൺ, പ്ലേഡ് എ ഓൾഡർ മാൻ, യങ്ങർ പേഴ്സൺ. ആദ്യം തന്നെ അത് ഉണ്ടായിരുന്നു, ബട്ട് മോർ കൺട്രോൾ ടു ബ്രേക്ക് അവേ ഫ്രോം എക്സിസ്റ്റിംഗ് റോൾസ്. ഇപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസേഴ്സോട് ഞാനൊരു വയസ്സൻ്റെ റോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്ററാണ്. യു ആർ നൗ എ പ്ലേ ബോയ്, യു ആർ എ ലവർ ബോയ്. ഞാനത് ചെയ്യില്ല, ഞാനല്ലേ കാശ് കൊടുക്കുന്നത്, നീ എന്തിനാ അത് പറയുന്നതെന്ന് പറയും. സോ ഐ പേഴ്സണലി ഇൻവെസ്റ്റഡ് ഇൻ മൈ കരിയർ. ദാറ്റ് ഇൻവെസ്റ്റർ ഇസ് ദ പ്രൊഡ്യൂസർ ആൻഡ് ദാറ്റ് മാൻ ഹു ക്രിയേറ്റഡ് സേഫ്ലി ക്യാരക്ടേഴ്സ് വിച്ച് വിൽ സൂട്ട് മൈ ഏജ്. അതൊക്കെ സ്കൾപ്റ്റ് ചെയ്ത് കൊടുത്തത് ആ ടെക്നീഷ്യനാണ്. സോ ദ സക്സസ് ഓഫ് കമലഹാസൻ ഇസ് നോട്ട് ജസ്റ്റ് ദി ആർട്ടിസ്റ്റ് അലോൺ. ദർ ഇസ് എ ലിറ്റിൽ ബിസിനസ് മാൻ ആൻഡ് എ കെയർഫുൾ ക്രാഫ്റ്റ്സ്മാൻ ഹെൽപ്പിംഗ് ഹിം. ആൻഡ് എല്ലാം ഒരു പേഴ്സണാലിറ്റിയാണ് എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യവും സൗകര്യവുമാണ്. സപ്പോസ് ഐ ഹാവ് ടു റിലൈ ഓൺ ഇറ്റ് ഫോർ സംബഡി എൽസ്, പിന്നെ അയാൾക്ക് ശമ്പളം കൊടുക്കണം, അയാൾക്ക് ദേഷ്യം വരും, എന്നെ വിട്ടിട്ട് പോകും. ലക്കിലി ഒരു സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ് ആയിട്ട് ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ ഫാക്ട് റിമൈൻസ്, ഈ പ്രൊഡ്യൂസറും ഈ ടെക്നീഷ്യനും അല്ലാതെ ബൈ നൗ ഐ വുഡ് ബി റിട്ടയറിങ് ഓർ ഓൾറെഡി റിട്ടയർഡ്. മലയാള സിനിമ കണ്ടിട്ട് കുറേ ദിവസങ്ങളായി. കാരണം ദ ലാസ്റ്റ് ടൈം ഐ സോ സെയിം സ്റ്റേജ്, സോങ്, മൈക്ക്, കളർ ലൈറ്റ്സ് എല്ലാം കണ്ടപ്പോൾ ഒരു വല്ലപ്പോഴും ഫ്രണ്ട്സ് പറയും ഇത് നല്ല പടമാണ് എന്ന് പറയുമ്പോൾ ഐ വിൽ ഗോ ആൻഡ് സീ. ഐ ഹാവ് നോട്ട് സീൻ മലയാളം ഫിലിംസ് ഓൾസോ ബിക്കോസ് കണക്ഷൻസ് വിട്ടുപോയി. നോട്ട് ടു മെനി, നീഡില്ല. പിന്നെ എൻ്റെ പഴയ ഫ്രണ്ട്സ് എല്ലാം കുറേ പേര് ചത്തുപോയി, കുറേ പേർ ആർ ടു ബിസി, ലൈക്ക് സോമൻ ആൻഡ് അതർ പീപ്പിൾ. ദേ ആർ ദ പീപ്പിൾ ഹു വിൽ സേ ദാറ്റ് സീ ദിസ് ഫിലിം, റീമേക്ക് ചെയ്തൊന്നും വരാം or something like that. അങ്ങനെ some people lost touch with me, some people have their own things to do. So and also I was busy with this Chachi Charsobis, which was not planned in my agenda. I was not planning to direct it. I was trying to prepare in that time for Mardhanayagam. Double duty ആയി പോയി ഇപ്പോൾ. That was an overload. So ഒരു കൊല്ലമായിട്ട് I've not seen any Malayalam film. ഭാവിയിൽ സാറിനൊരു മലയാളത്തിൽ ഒരു സിനിമ നിർമ്മിക്കാൻ, ധാരാളം തമിഴ് സിനിമകൾ നിർമ്മിച്ച സാറിന് ഭാവിയിൽ ഒരു മലയാള സിനിമ നിർമ്മിക്കാനുണ്ടെങ്കിൽ ഒരു പരിപാടി? എനിക്ക് I am very frightened of the cultural ethos and the depth of Malayalam films. I am very happy that I did not do any profound role in Malayalam. The reason is, it's a very deep-rooted culture, like Tamil. You cannot come and tinker around on the surface. Or a film like that. Suppose I take it on, അതിനെപ്പറ്റിയുള്ള റിസർച്ച് കുറവാണ്. റിസർച്ച് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ട് വരുന്ന ഒരു വിഷയമല്ല അത് അങ്ങനെ സോക്ക് ചെയ്ത്. ദാറ്റ് ഇസ് തേവർ മകൻ. സപ്പോസ് ഞാനൊരു തേവർ മകൻ പോലെയുള്ള ഒരു ചിത്രം ഇവിടെ മലയാളത്തിൽ സപ്പോസ് ഐ ഹാവ് ടു ഡയറക്റ്റ്, അത്രയും ബാക്ക്ഗ്രൗണ്ടും എക്സ്പീരിയൻസും എത്നിക് നോളജ് ഇവിടെ കേരളത്തിൽ എനിക്കുണ്ടോ എന്ന്
നോക്കിയാൽ ഐ എം ഓൺലി എ 12-year-old ബോയ് ആസ് എ കേരളൈറ്റ് ഓർ പ്രോബ്ലി 15. ഒരു 15 വയസ്സ് സ്കൂളിൽ പോകാത്ത ഒരു മലയാളി ബോയിനുള്ള ഒരറിവേ എനിക്കുള്ളത് ആസ് ഫാർ ആസ് കൾച്ചറൽ ഈത്തോസ് ഇസ് കൺസേൺ. സോ ഐ ഫീൽ എ ബിറ്റ് ഡിഫിഡൻറ്റ്. അപ്പോൾ അതേ ഒരു അർത്ഥം എന്ന രീതിയിൽ തന്നെയാണ് ഒരു ചോദ്യം. ബാലനടനായി സാർ വന്ന ഈ സബ്ജക്റ്റും സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ ഇടയായതും ഈ ബാലനടൻ എന്നുള്ള രീതിയിലാണ്. ആ രീതിയിൽ സാറിനൊരു മലയാള സിനിമ നിർമ്മാണം ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഒരു ബാലനടനായി വന്ന സാറിന് ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട്, അതായത് കുട്ടികളിലൂടെ നല്ല ഉപദേശം കൊടുക്കത്തക്ക രീതിയിൽ ഒരു സാധാരണ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഒരു കളർ ഫിലിം ഉണ്ടാക്കുമ്പോൾ ഒരു പക്ഷേ ഒരു സിനിമ ഇന്നത്തെ ഈ ഒരു ഇതിൽ കുട്ടികൾക്കല്ല ആർക്കും ഉപദേശിക്കുന്നത് നല്ലതല്ല, ആരോടും നല്ലതല്ല എന്നുള്ളതാണ്. യു ഗിവ് ദം എന്റർടൈൻമെന്റ്, കുട്ടികൾക്ക് വേണ്ടി ചെയ്യാം. സോ ദാറ്റ് ഇറ്റ്സ് നോട്ട് അപ്പു രാജ, ദാറ്റ് ഇസ് അപൂർവ സഹോദരൻ വാസ് an attempt like that. You must give them a little more than what you think they are. നമ്മൾ വിചാരിക്കുന്ന അത്ര കുട്ടികളല്ല അവര്. Cartoon you can do. Right now I have bought the rights of Ramayana cartoon. I might release it in Kerala and Malayalam, dubbed in Malayalam. I have it in mind. I might do something and I might produce something. Somebody has it's a direct appeal. ഒരു നല്ല കഥ ഉണ്ടെങ്കിൽ, any good writer who has a good story or idea ഉണ്ടെങ്കിൽ, കുട്ടികളുടെ ചിത്രം എന്നല്ല, നല്ല ഒരു മലയാളം ചിത്രത്തിന് ഉള്ള ഒരു ബേസ് ഉണ്ടെങ്കിൽ, my office is open. സാർ ബഹുഭാഷകൾ ഇന്ത്യയിൽ തന്നെ എല്ലാ ഭാഷയിലും ഒരുവിധം അഭിനയിച്ചു സാറിന് സിനിമ, നമ്മുടെ ഇന്ത്യൻ സിനിമയെ പറ്റിയുള്ള സങ്കല്പം എന്താണ് സാർ? ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ പറഞ്ഞപ്പോൾ ആരോ എന്നെ കളിയാക്കി. ഈ സെഡ് രേം അറിയില്ല, ഇയാൾക്ക് സ്പിരിറ്റിനെ പറ്റിയും അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് വീക്ക്നെസ് ഓഫ് സിനിമ, ഇന്ത്യൻ സിനിമ, ഇസ് ദാറ്റ് ഇറ്റ് ഇസ് പ്യൂർലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ലോക്കൽ മാർക്കറ്റ് ആൻഡ് it's becoming perishable commodity. Cinema, like kallu, you cannot export it, the bottle will burst. It's cinema, the cinema that we make is perishable commodity, whereas we must find exportable material from the same thing. That's what we have to do. We are now concentrating. It's not difficult. We are absolutely concentrating. എങ്ങനെ നമുക്ക് we thought of coir mats and now we can export it. അതുപോലെ എക്സ്പോർട്ട് മാത്രമല്ല, വ്യാപാരം അത് മാത്രമല്ല ഞാൻ പറയുന്നത്. ടു റീച്ച് an international standard, you must cease to think about everyday material. അത് ഇനിയും നിർത്തിയിട്ടില്ല. നമ്മുടെ ഒരു പുതിയ കൾച്ചർ, അത് നമ്മുടെ കൾച്ചറാണെന്നൊക്കെ പറയുന്നു. ബട്ട് ദർ ഇസ് നോ കൾച്ചർ ലൈക്ക് ദാറ്റ് വേർ യു ഹാവ് ടു ഹാവ് 7 songs ഇൻ എവറി ഇന്ത്യൻ ഫിലിം ദാറ്റ് ഇസ് മെയ്ഡ്. അത് ബ്രേക്ക് ചെയ്തവർ മലയാളീസ് ആണ്, ബംഗാളീസ്, മലയാളീസ്. ബട്ട് നോ അതർ ഇൻഡസ്ട്രി ഹാസ് ബ്രോക്കൺ ഇറ്റ്. വൺസ് ഇൻ എ വൈൽ ഐ ഡു എ ഫിലിം ഇൻ തമിഴ്, അതും പേടിച്ച് ചെയ്യുന്നതാണ്. സോ ദർ ഇസ് നോ ഇന്റർനാഷണൽ ക്വാളിറ്റി അബൌട്ട് ഇറ്റ്. That is my only complaint. Otherwise, I love this industry and my audience. ഞാൻ ചോദിച്ച കാര്യത്തിൽ പഴയ സിനിമകളിൽ നിന്നൊക്കെ നമ്മൾ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുമായിരുന്നു ആൾക്കാർ. തമിഴ് സിനിമയെ കുറിച്ച് മലയാളത്തിൽ പലരും പറയാറുണ്ട്. മലയാള സിനിമയിൽ അത് ആ രീതി. ഇന്ന് വയലൻസ്, ആക്ഷൻ, ഇതിന്റെ ഇതിലേക്ക് പോകുന്നു സിനിമയുടെ. ഞാൻ ഉൾക്കൊള്ളുന്ന രീതി, അത് ചീത്ത കാര്യങ്ങൾ മാത്രം എടുക്കുന്നു. അത് എന്റെ കുട്ടികൾക്ക് ഇപ്പൊ എന്നോട് എന്നെ പറ്റി ഒരു പരാതിയുണ്ട്. പറയുന്നത് വയലന്റ് ആണ് പിക്ചർ. കമലഹാസന്റെ പിക്ചേഴ്സിൽ വയലൻസ് കാണും. ഇറ്റ് വാസ് ദെയർ. ബട്ട് എന്റെ വയലൻസ് ആലോചിച്ച് നോക്കിയാൽ, ദ വയലൻസ് ദാറ്റ് യു സീ ഇൻ കുരുതി പുനൽ, അത് ഒരു സന്തോഷകരമായ ആഘോഷിക്കുന്ന ഒരു വയലൻസ് അല്ല. ഒരു ചെറിയ ഇങ്ങനെ ഒരു ടിംഗിളിങ് സെൻസേഷനും അയ്യോ ഇത് വേണ്ടായിരുന്നു എന്നുള്ള ഒരു പേടിയും തോന്നും. ദാറ്റ് ഇസ് എ ഡിറ്ററൻറ്റ്.
അങ്ങനെയുള്ള വയലൻസ് എനിക്ക് ഇഷ്ടമാണ്. അതിൻ്റെ പർപ്പസും അതാണ്. ഇറ്റ് കീപ്സ് യു അവേ. വേറാസ് ബ്രൂസ് ലീയുടെ പിക്ചേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം ഗ്ലോറിഫിക്കേഷൻ, അതൊരു ആരാധനയാണ്. വയലൻസിൻ്റെ, ഹിംസയുടെ ഒരു ആരാധനയാണ്. അത് എനിക്ക് ഇഷ്ടമല്ല. സോ ഒരു കുങ്ഫു ഫിലിം എന്നുള്ള ഫിലിം ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. There are very many films you can do. There is a film called Iron and Steel. Kung Fu film എങ്ങനെ with all the violence you still can call it a martial art and still not bore the audience. എന്ന് ഒരു അമേരിക്കൻ ലേണിംഗ് കരാട്ടെ ഇൻ ചൈന. അങ്ങനെയൊക്കെ ചെയ്യാം. ബട്ട് I am not of the opinion that old is gold എന്ന് പറയുന്നതെല്ലാം തെറ്റാണ്. Because it is today's world is improved version of yesterday. നമുക്ക് if we don't like it, it's because നമ്മുടെ ഗ്രൂവ് വേറെയാണ്. അവിടെ നമ്മൾ കൈദികളായിട്ട് we are captives of time. അതുകൊണ്ട് നമുക്ക് ഇത് ഇഷ്ടമാവുന്നില്ല. പ്രോബബ്ലി ടുമോറോസ് സൊസൈറ്റി മൈറ്റ് ബിക്കം an atheist society. അപ്പോൾ ദൈവവിശ്വാസമുള്ളവർക്ക് അത് നല്ല സൊസൈറ്റി അല്ല എന്ന് തോന്നും. സോ ഇറ്റ് ഇസ് അവർ, ബട്ട് ഐ തിങ്ക് വി ആർ ഇംപ്രൂവിങ്. 17th century മാനിനും 20th century മാനിനും ഒരുപാട് ഡിറ്റീരിയറേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ടുഡേസ് ലൈഫ് ഇസ് എ ബെറ്റർ ലൈഫ് ദെൻ വാട്ട് എ കേരളൈറ്റ് ലിവ്ഡ് 100-200 years back. It's not a great life when during the time of Moplar Revolution. It might be heroic to look at it as a film, but a life lived, that Brahmin super culture, Chaturvarna, untouchability, adellam vittu we are now in a better status. Telecommunication, television, we are in a better society, and Malayalam cinema cannot be looked on today's release, day before yesterday's release. Malayalam cinema, I'm very sure that ഒരു 10 കൊല്ലം കഴിഞ്ഞ് we look back at today's production. Okay, there might be few films which will not like that, but there will be at least 5-6 films Malayalis will be proud of. അത് ഇന്ന് സമ്മതിക്കില്ല, because they are seeing all kinds of trash, they are bored. ചത്തുപോയതിനു ശേഷം നല്ല ആളാണെന്ന് പറയും. അതുപോലെ they will accept it later, but I think yesterday's Malayalam സിനിമയെക്കാളും ഇന്നത്തെ മലയാളം സിനിമ ലോജിക്കലി ഷുഡ് ബി ബെറ്റർ. ഞാൻ ഈ കഴിഞ്ഞ കൊല്ലത്തെ പിക്ചേഴ്സ് ഒന്നും കണ്ടിട്ടില്ല, ബട്ട് ലോജിക്കലി ആലോചിച്ച് നോക്കിയാൽ ഇറ്റ് ഷുഡ് ബി ബെറ്റർ. യു ആസ് എ പേഴ്സൺ സ്പീക്ക് ബെറ്റർ മെറ്റീരിയൽ ദാൻ യുവർ ഫാദർ. ഇഫ് യു ആർ നോട്ട്, either your education is wrong or you yourself are a dull person. I am a dull person. അത്രയേ ഉള്ളൂ. I have great hope for Malayalis and Malayalam cinema. ഒരു പേഴ്സണലാണ്. അതായത് ഈ തിരക്ക് പിടിച്ചെടുക്കുമ്പോൾ സാറിന് എപ്പോഴും സ്വതന്ത്രമായി നടക്കണം. സാധാരണ എനിക്ക് നടക്കാം, മറ്റൊരാൾക്ക് നടക്കാം, സാറിന് അങ്ങനെ നടക്കണം എന്നൊക്കെ എപ്പോഴും തോന്നുന്നുണ്ട്. ഈ ചോദിക്കാനുള്ള കാരണം ഇടയ്ക്ക് സാർ ആലപ്പുഴ വന്നപ്പോൾ ഇങ്ങനെ വേഷപ്രസന്നമായി നടന്നു എന്ന് ഇങ്ങനെ അത് എന്തെങ്കിലും ഒരു ഇറ്റ് ഇസ് ലൈക്ക് യുവർ ധോത്തി, ഒരു വേഷം മുണ്ടെടുത്ത് നിങ്ങൾ നടക്കുന്ന പോലെ ഞാൻ വേഷം ഇട്ട് നടക്കും. അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. അയ്യോണ് ഒരു നഗ്ന മുനിയായിട്ട് ഞാൻ അങ്ങനെ ചുറ്റി വരണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. സോ ഫോർ ദാറ്റ് യു മേക്ക് എ കോംപ്രമൈസ്. ഒരു ചെറിയ ഷർട്ടും ഒരു മുണ്ടും കൊടുക്കുന്നു. അതുപോലെ ഐ ഹാവ് ടു മേക്ക് ദ കോംപ്രമൈസ്, ബിക്കോസ് എന്നെ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഐ ഹവ് റൺ ബിഹൈൻഡ് മിസ്റ്റർ വിൻസെന്റ്, ലേറ്റ് ആക്ടർ. മധു വിധു എന്ന പടം ചിത്രം ഈ ആക്ടഡ്. അപ്പം ഞാൻ ആ പിക്ചറിൻ്റെ റഷസ് കണ്ടു. പുള്ളി മദ്രാസിൽ താമസമായിരുന്നു. അപ്പം ഞാൻ ഐ റാൻ അക്രോസ് ദ സ്ട്രീറ്റ്, യു ആർ ദ ഹീറോ ഓഫ് മധു വിധു. അതെ എന്ന് പറഞ്ഞു. ഇത് റിലീസായില്ലല്ലോ പിക്ചർ. ഐ സോ ദ പിക്ചർ. അപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. And I'm sure Vincent also must have been happy that somebody recognized him. But when I walked, I used to say, ഇതുപോലെ ഒരാൾ ഓടി വന്ന് എൻ്റെ കൈയും പിടിച്ച് ഐ ലൈക്ക് യുവർ ഫിലിം എന്ന് പറയുന്ന ദിവസം വരുമോ എന്നും ആലോചിച്ച് നടന്ന ആളാണ്. ഇന്ന്
എനിക്ക് സ്വാതന്ത്ര്യമില്ല നടക്കാമെന്ന് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ആ സ്വാതന്ത്ര്യം വേണ്ട എന്നുള്ള സ്വപ്നമായിരുന്നു. പുതിയ മലയാള സിനിമയിൽ സാറിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എല്ലാം. അപ്പൊ ഇനി ഈ സിനിമയിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സാറിന് ധാരാളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് സാർ. സാറിന് എന്തെങ്കിലും ഒരു ഉപദേശം? അല്ല, തൻ്റെ സ്വയം താൻ ചെയ്ത തെറ്റുകളും വച്ചിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ ഒരു ഉപദേശം കൊടുക്കാം. എവറി ടൈം ഐ കീപ് മേക്കിംഗ് മിസ്റ്റേക്സ്. എനിക്ക് ആ അർഹയില്ല അവരോട് ഒരു അഡ്വൈസ് കൊടുക്കാൻ. ഞാൻ ഇന്നും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെയ്യുന്ന തെറ്റുകൾ അങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ അതെങ്കിലും ചെയ്യാതിരിക്കും. അത് ഈസി. കാരണം ചെലവ് ചെയ്യുന്നത് ഞാനാണ്, ചെലവെൻ്റെയും അവിടെ ലെസൺ അവിടെയുമാണ്. ബട്ട് അതർവൈസ് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഇമ്പാർട്ട് നോളജ് ലൈക്ക് ദാറ്റ് ബിക്കോസ് ഐ എം ഫംബ്ലിങ് ഇൻ സിനിമ മൈസെൽഫ്. ഒരു ഹ്യൂമിലിറ്റി കൊണ്ട് പറയുന്ന കാര്യമല്ല. ജെനുവൻലി ഐ ഫീൽ ദാറ്റ് ഒരു 10-15 കൊല്ലം മുമ്പ് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇന്ന് ഞാൻ വിമർശിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു. അത് തിരിച്ചറിയാൻ 10 കൊല്ലമായി. സോ ഐ എം എ സ്ലോ സ്റ്റുഡൻറ്റ്. ഞാൻ ഉപദേശിക്കുന്ന ഒരു ആശാനാൻ വഴിയില്ല. സോ ഐ ക്യാൻ ഓൺലി കണ്ടിന്യൂ ലിവിങ് മൈ ലൈഫ് ഇൻ ദ സെയിം fashion and somebody clever can pick up details of goodness and badness. കണ്ണുകളിൽ ഫുൾ ത്രൂ ആയിട്ടൊരു ക്യാരക്ടർ ആയിരുന്നു സാർ. അതൊരു നല്ല ക്യാരക്ടർ. അതൊരു പാട്ടുണ്ടായിരുന്നു സാർ. പാട്ട് വഴി അഭിനയിച്ചിട്ട് താതയ്യൻ കാട്ടിലെ തക്കാളിക്കാട്ടിലെ തത്തമ്മ കൊണ്ട ഒരു വീട് കെട്ടി. കല്ലല്ല മണ്ണല്ല മറമല്ല കൽക്കണ്ടം കൊണ്ട് ഒരു വീട് കെട്ടി. ഓ, ഞാൻ സേതു സാരി ഒരു പടം ഞങ്ങൾ രണ്ടുപേരും ചെയ്യുകയായിരുന്നു ഇപ്പോൾ നമ്മവർ. അപ്പോൾ എൻ്റെ ഡോട്ടറെ കൊണ്ട് പാടിപ്പിച്ചു ഞാൻ ഈ പാട്ട്. സേതു സാർ കേട്ടു. സോ ഹി വാസ് സർപ്രൈസ്ഡ്. ഇത്രയും തിരക്കിനിടയിൽ സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു അരമണിക്കൂർ ചെലവഴിച്ചത് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു.